വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം 7 സെമിസ്റ്റർ NDDSലെ ഒക്കുലർ ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഒക്കുലർ ഡ്രഗ് ഡെലിവറി സിസ്റ്റം? ഒക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഐനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓഫ്താൽമിക് ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്നും പറയും. ഓഫ്താൽമിക് ഡ്രഗ് ഡെലിവറിയാണ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ചാലഞ്ചിങ് ഏരിയ ആയിട്ട് കരുതുന്നത്. അതിൻ്റെ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ഒക്കെ അതിനെ ഫോറിൻ സബ്സ്റ്റൻസസിനോട് ഹൈലി റെസിസ്റ്റൻ്റ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഈ ഒക്കുലർ ഡ്രഗ് ഡെലിവറിക്കുള്ള ഒരു മെയിൻ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുലേറ്ററിനെ എന്താ ഓവർകം ചെയ്യേണ്ടത്? അതിലുള്ള പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് ആണ്. എന്നാൽ അതിന് ഡാമേജ് കോസ് ചെയ്യാനും പാടില്ല. പുവർ ബയോ അവൈലബിലിറ്റി ആണ് അവിടെ ഉണ്ടാവുന്നത്. അതിനുള്ള കാരണം എന്താ? ഒന്ന് ബ്ലിങ്കിങ്, നമ്മളിങ്ങനെ കണ്ണ് വെട്ടുന്നത് കാരണം ചിലപ്പോൾ മെഡിസിൻ പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ടിയറിങ്, റിഫ്ലെക്സ് ലാക്രിമേഷൻ, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മരുന്നൊക്കെ കണ്ണിൽ ഒറ്റിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. ആ ഒരു സമയത്ത് മെഡിസിൻ അതിലൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡ്രഗ്സ് ഈ ഐസിൻ്റെ സർഫസിൽ നിന്ന് പെട്ടെന്ന് ഡ്രെയിൻ ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുവർ ബയോ അവൈലബിലിറ്റിക്ക് കാരണം. ഇനി ഒക്കുലർ ഡ്രഗ് ഡെലിവറി ഇംപ്രൂവ് ചെയ്യാനുള്ള 2 അപ്രോച്ചാണുള്ളത്. ഒന്ന് അപ്രോച്ച് 1 എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റൂട്ട്സ് യൂസ് ചെയ്യുക. അപ്രോച്ച് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം, അതായത് അഡ്വാൻസ്ഡ് കാരിയേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് പെർമിയബിലിറ്റിയും സസ്റ്റെയിൻഡ് റിലീസും ടാർഗറ്റ് സ്പെസിഫിസിറ്റിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. ഇപ്പോൾ ഒരു കറണ്ട് ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അപ്രോച്ചിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് തെറാപ്പി പ്രൊവൈഡ് ചെയ്യുക വിത്ത് മിനിമൽ സൈഡ് എഫക്ട്സ്. ഇതാണ് മെയിൻ എയിം ആയിട്ട് വരുന്നത്. ഇവിടെ ജസ്റ്റ് അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മെക്കാനിസം ആണ് മെക്കാനിസം ഓഫ് ഒക്കുലർ ഡ്രഗ് അബ്സോർപ്ഷൻ. ഒക്കുലർ ഡ്രഗ് അബ്സോർപ്ഷൻ നടക്കുന്നതിൻ്റെ മെക്കാനിസം, ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്ന ഡ്രഗ്സ് ആണെങ്കിൽ 2 മെയിൻ റൂട്ട് വഴിയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. കോർണിയൽ അബ്സോർപ്ഷൻ ഫസ്റ്റ് വൺ ആണ്. അത് മേജർ പാത്വേ ആണ്. അവിടെ ഉള്ളൊരു ബാരിയർ ആണ് കോർണിയർ എപ്പിത്തീലിയം. ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് റേറ്റ് ലിമിറ്റിംഗ് മെംബ്രെയിൻ ആണ്. ഇവിടുത്തെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ട്രാൻസെല്ലുലാർ ട്രാൻസ്പോർട്ട് ഉണ്ട്, അതായത് ലിപ്പോഫിലിക് ഡ്രഗ്സിൻ്റെ കേസിലും. പാരാസെല്ലുലാർ ട്രാൻസ്പോർട്ട് ഉണ്ട് സ്മോൾ അയണിക് ആൻഡ് ഹൈഡ്രോഫിലിക് മോളിക്യൂൾസിൻ്റെ കേസിലും ആയിരിക്കും. ഡ്രഗ്സ് ഐയിലെ ആൻറ്റീരിയർ ചേംബറിലോട്ടാണ് എത്തുന്നത്. നോൺ കോർണിയൽ അബ്സോർപ്ഷൻ ആണ് രണ്ടാമത്തെ. അത് മൈനർ അല്ലെങ്കിൽ നോൺ പ്രൊഡക്റ്റീവ് പാത്വേ ആണ്. ഇത് സ്ക്ലീറ വഴിയോ കൺജക്റ്റീവ വഴിയോ ഇൻട്രാ ഓക്കുലർ ടിഷ്യൂസിലോട്ടാണ് പെനട്രേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് ഡ്രഗ് അബ്സോർബ് ചെയ്യും, അത് ലോക്കൽ കാപ്പിലറി ബെഡ്സ് അതിനെ എടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് 2 മെക്കാനിസം വരുന്നത്. കോർണിയൽ അബ്സോർപ്ഷനും ഉണ്ട്, നോൺ കോർണിയൽ അബ്സോർപ്ഷനും ഉണ്ട്. ബാരിയേഴ്സ് ടു ഒക്കുലർ ഡ്രഗ് ഡെലിവറി. ഈ ഒക്കുലർ ഡ്രഗ് ഡെലിവറിക്കുള്ള കുറച്ച് തടസ്സങ്ങൾ, ബാരിയേഴ്സ് എന്താ? ടാർഗറ്റഡ് ഒക്കുലർ ടിഷ്യൂസ്, അതിലോട്ട് നമ്മൾ ഡ്രഗ്സിനെ ഡെലിവർ ചെയ്യുന്നതും തെറാപ്യൂട്ടിക് കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഈ മൾട്ടിപ്പിൾ ബാരിയേഴ്സ് ഉള്ളത് കാരണം കുറച്ച് ഡിഫിക്കൾട്ടാണ്. ഓൺലി 1 to 7% അപ്ലൈ ചെയ്തിട്ടുള്ള ഒക്കുലർ ഡോസ് മാത്രമാണ് ബയോ അവൈലബിൾ ആയിട്ട് കാണുന്നത്. ഇനി ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ആണ്. 2 ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ഉണ്ട്. അനാട്ടമിക്കൽ ബാരിയേഴ്സും ഉണ്ട്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സും ഉണ്ട്. അനാട്ടമിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ് കോർണിയ. കോർണിയ എന്ന് പറഞ്ഞാൽ 5 ലെയേഴ്സ് കൊണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. എപ്പിത്തീലിയം, ബൗമാൻസ് മെംബ്രെയിൻ, സ്ട്രോമ, ഡെസിമെൻസ് മെംബ്രെയിൻ, എൻഡോത്തീലിയം. എപ്പിത്തീലിയം ആണ് പ്രിൻസിപ്പൽ ബാരിയർ എന്ന് പറയുന്നത്. ഡ്രഗിൻ്റെ എൻട്രി തന്നെ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അക്വസ് പോർസ് പ്രസൻ്റ് ആയിരിക്കും. അത് ഹൈഡ്രോഫിലിക് ഡ്രഗ്സിനെ അലൗ ചെയ്യുന്നുണ്ട്, പക്ഷേ ലിപ്പോഫിലിക് ഡ്രഗ്സിനെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നുമുണ്ട്. ഇതാണ് കോർണിയൽ പറയുന്നത്. അടുത്തത് സ്ക്ലീറയും കൺജക്റ്റീവയാണ്. കൺജക്റ്റീവയാണ് കോർണിയനെക്കാട്ടിലും കൂടുതൽ പെർമിയബിൾ ആയിട്ടുള്ളത്, എക്സ്പെഷ്യലി ഹൈഡ്രോഫിലിക് മോളിക്യൂൾസിൻ്റെ കേസിൽ. ഹൈ വാസ്കുലാരിറ്റി, മോസ്റ്റ് ഡ്രഗ്സ് അബ്സോർബ് ചെയ്തതും ബ്ലഡിൽ ക്ലിയർ ആവുന്നുണ്ട്. ചെറിയൊരു ഫ്രാക്ഷൻ മാത്രമാണ് വിട്രസിലോട്ട് എത്തുന്നത്. ബ്ലഡ് ഒക്കുലർ ബാരിയേഴ്സ് ആണ്. ആൻറ്റീരിയർ ബാരിയർ ഉണ്ട്, അത് അക്വസ് ഹ്യൂമറിലുള്ള എൻഡോത്തീലിയൽ സെൽസ് ആണ്. അവിടെ ഇൻഫ്ലമേഷൻ എന്ത് ചെയ്യും? അതിനെ വീക്കൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പോസ്റ്റീരിയർ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനൽ പിഗ്മെൻറ്റ് എപ്പിത്തീലിയം, ടൈറ്റ് റെറ്റിനൽ കാപ്പിലറീസും കൂടിയിട്ടുള്ളതാണ്. അത് വെരി ലിറ്റിൽ സിസ്റ്റമിക് ഡ്രഗ്സ് ആണ് അവിടെ എത്തുന്നത്. ഓറൽ അല്ലെങ്കിൽ IV റൂട്ടിലുള്ള ഡ്രഗ്സ് ആണ് റെറ്റിനയിൽ എത്തുക. അപ്പോൾ അനാട്ടമിക്കൽ ബാരിയേഴ്സിൽ വരുന്നതാണ് കോർണിയ, സ്ക്ലീറ ആൻഡ് കൺജക്റ്റീവ, ബ്ലഡ് ഒക്കുലർ ബാരിയേഴ്സ്. അടുത്തത് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആണ്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാരിയേഴ്സ് മെയിൻലി ഡൈനാമിക് ആൻഡ് പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ് അവിടെ വരുന്നത്. അത് ഡ്രഗ് റെസിഡൻസ് ടൈമിനെ റെഡ്യൂസ് ചെയ്ത് അബ്സോർപ്ഷനും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് മെയിനായിട്ട് ചെയ്യുന്നത്.
അതിൽ വരുന്നതാണ് നാസോ ലാക്രിമൽ ഡ്രെയിനേജ്. നാസോ ലാക്രിമൽ ഡ്രെയിനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻസ്റ്റിൽ ചെയ്തിട്ടുള്ള ഡ്രഗ് സൊല്യൂഷൻ നാസോ ലാക്രിമൽ ഡക്റ്റിലോട്ട് പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നുണ്ട്. അതെന്ത് ചെയ്യും? ഈ പ്രീ കോർണിയൽ ഏരിയയിലൊക്കെ ഡ്രഗിൻ്റെ റാപ്പിഡ് ലോസിന് കാരണമാവുന്നുണ്ട്. അതേപോലെ സിസ്റ്റമിക് അബ്സോർപ്ഷനും കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അൺവാണ്ടഡ് സൈഡ് എഫക്ട്സ് ഒക്കെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നാസോ ലാക്രിമൽ ഡ്രെയിനേജ്. അടുത്തത് റിഫ്ലെക്സ് ബ്ലിങ്കിങ് ആണ്. റിഫ്ലെക്സ് ബ്ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡ്രോപ്സ് നമ്മൾ ഇൻസ്റ്റിൽ ചെയ്യുന്ന സമയത്ത്, നേരത്തെ പറഞ്ഞില്ലേ കണ്ണിൽ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇൻസ്റ്റിൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കണ്ണടയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് റിഫ്ലെക്സ് ബ്ലിങ്കിങ്. അതെന്ത് ചെയ്യും? ഒരു ലാർജ് പോർഷൻ ഓഫ് ഡോസിനെ പെട്ടെന്ന് എക്സ്പെൽ ചെയ്യുന്നുണ്ട്. അടുത്തത് ഇൻക്രീസ്ഡ് ലാക്രിമേഷൻ ആൻഡ് ടിയർ ടേൺ ഓവർ ആണ്. കണ്ണിന്ന് കണ്ണുനീര് വരുന്നത്. അതായത് ഇപ്പോൾ ഡ്രഗ്സൊക്കെ നമ്മൾ ഇൻസ്റ്റിൽ ചെയ്യുന്ന സമയത്ത് ഇറിറ്റേഷൻ കോസ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ആ ഒരു റിഫ്ലക്സ് കാരണം കണ്ണിന്ന് കണ്ണുനീര് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ടിയർ എന്ത് ചെയ്യും? ഡ്രഗ് കോൺസെൻട്രേഷനെ അവിടെ ഡൈലൂട്ട് ചെയ്തിട്ട് അബ്സോർപ്ഷൻ കുറയ്ക്കും. നോർമൽ ടിയർ ടേൺ ഓവർ അപ്രോക്സിമേറ്റ്ലി 1 മൈക്രോലിറ്റർ പെർ മിനിറ്റ് ആണ്. അത് ഡ്രഗിനെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് 3 നമ്മൾ പറഞ്ഞു: നാസോ ലാക്രിമൽ ഡ്രെയിനേജ്, റിഫ്ലെക്സ് ബ്ലിങ്കിങ്, ഇൻക്രീസ്ഡ് ലാക്രിമേഷൻ ആൻഡ് ടിയർ ടേൺ ഓവർ. അടുത്തതാണ് ടിയർ ഡൈലൂഷൻ എഫക്റ്റ്. ഈ ഐ ഡ്രോപ്സ് എന്ത് ചെയ്യും? ടിയർ ഫിലിമുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ലാർജ് ഇൻസ്റ്റൻറ്റ് വോളിയം എന്ത് ചെയ്യും? ഡൈലൂട്ടായിട്ട് അവിടുന്ന് ഡ്രെയിൻ അവേ ആയിട്ട് പോവും. അതാണ് ടിയർ ഡൈലൂഷൻ എഫക്റ്റ്. അടുത്തത് മെറ്റാബോളിസം ഇൻ ടിയർ ഫ്ലൂയിഡ് ആൻഡ് ഒക്കുലർ ടിഷ്യൂ. ടിയർ ഫ്ലൂയിഡിലും ഒക്കുലർ ടിഷ്യൂവിലും വരുന്ന മെറ്റാബോളിസാണ് എൻസൈംസ് ആയിട്ടുള്ള എസ്റ്ററൈസസ്, പെപ്റ്റിഡേസസ് ഒക്കെ ഡ്രഗിനെ അതിൻ്റെ ടാർഗറ്റ് സൈറ്റിൽ എത്തുന്നതിന് മുൻപ് തന്നെ മെറ്റബോളൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് നോൺ പ്രൊഡക്റ്റീവ് അബ്സോർപ്ഷൻ ആണ്. ഡ്രഗ് കൺജക്റ്റീവൽ ബ്ലഡ് വെസൽസിലോട്ടും ലിംഫാറ്റിക്സിലോട്ടും അബ്സോർബ് ചെയ്യും. അങ്ങനെ സിസ്റ്റമിക് സർക്കുലേഷൻ അവിടെ ഉണ്ടാവും ഇൻസ്റ്റെഡ് ഓഫ് ലോക്കൽ തെറാപ്യൂട്ടിക് എഫക്റ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബാരിയേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. എന്താണ് ഒക്കുലർ ഡ്രഗ് ഡെലിവറി സിസ്റ്റം, അതിൻ്റെ മെയിൻ ചലഞ്ച് ഫേസ് ചെയ്യുന്നത് എന്താണ്, ഫോർമുലേറ്റേഴ്സ്, പുവർ അവൈലബിലിറ്റി ആണ് അവിടെ ഉള്ളത്, അതിന് കാരണം എന്താണ്, ആ ഒക്കുലർ ഡ്രഗ് ഡെലിവറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള 2 അപ്രോച്ച് എന്താണ്, ഇപ്പോൾ കറണ്ടായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, അതേപോലെ മെക്കാനിസം അതിൽ തന്നെ കോർണിയൽ അബ്സോർപ്ഷനും ഉണ്ട്, നോൺ കോർണിയൽ അബ്സോർപ്ഷനും ഉണ്ട്. പിന്നെ ബാരിയേഴ്സ് ആണ്. ബാരിയേഴ്സിൽ 2 ടൈപ്പ് ബാരിയേഴ്സ്, അനാറ്റമിക്കൽ ബാരിയേഴ്സും ഉണ്ട്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, വേണ്ടവർ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.